ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. പി എസ് സി പരീക്ഷകളിലെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജാനുവരി 26. ഇന്ത്യയിൽ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനം ഓഗസ്റ്റ് 14. ഇന്ത്യ സ്വതന്ത്ര ദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജാനുവരി 26, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ആചാര്യ JB കൃപലാനി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ജോർജ് ആറാമൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ആചാര്യ JB കൃപലാനി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ജോർജ് ആറാമൻ. പൈക കലാപം നടന്ന വർഷം 1817. ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപായി ലഹള നടന്ന വർഷം 1857. പൈക കലാപം നടന്ന വർഷം 1817. ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപായി ലഹള നടന്ന വർഷം 1857. പൈക കലാപം നടന്ന വർഷം ഓർത്തു വയ്ക്കുക. ഒരു ക്ലൂ പറഞ്ഞുതരാം, 17-18 എന്ന് ഓർത്തു വയ്ക്കുക. ഭാരതരത്നം നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ എണ്ണം 6. ഭാരതരത്നം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം 7. ഭാരതരത്നം നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ എണ്ണം 6. ഭാരതരത്നം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം 7. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം പൂനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം പൂനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. ഭാരത് നൗജവാൻ സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ്. ഭാരത് നൗജവാൻ സഭയുടെ മാതൃകയിൽ അഭിനവ് ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു. ഭാരത് നൗജവാൻ സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ്. ഭാരത് നൗജവാൻ സഭയുടെ മാതൃകയിൽ അഭിനവ് ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു. അഭിനവ് ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു. ഈ ചോദ്യം അധികം അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടത് ഒന്ന് നോക്കി വെച്ചോണേ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജ്പത് റായ്. ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി പട്ടാഭി സീതാരാമയ്യ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജ്പത് റായ്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. സബർമതി ആശ്രമത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. പാവനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെ. ദക്ഷിണേശ്വരത്തെ സന്യാസി ശ്രീരാമകൃഷ്ണ പരമഹംസർ, സബർമതി ആശ്രമത്തിലെ സന്യാസി മഹാത്മാഗാന്ധി, പാവനാറിലെ സന്യാസി വിനോബ ഭാവെ. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. സ്വദേശി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. സ്വദേശി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹം 1917. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം 1918. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം, സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം 1917. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം 1918. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ചുമതല വഹിച്ചത്
സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ KM പണിക്കർ. ഈ 4 ചോദ്യങ്ങളും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാനായിട്ടൊരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. രണ്ട് സർദാർമാർ ഒന്നിച്ച് വരത്തില്ല, മനസ്സിലായോ? ഒരു സർദാർ ഒരിടത്തേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സർദാറും കൂടെ വരത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോൻ ആയിരിക്കും. 2 സർദാർമാരും ഒന്നിച്ച് വരത്തില്ലെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ KM പണിക്കർ. ഓക്കെ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യത്തെ ഭരിക്കും എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റപ്പെട്ടത് എവിടെ വച്ചാണ്? ബാരക്പൂർ. ഇതധികം കേട്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നോക്കി വെച്ചോണേ. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റപ്പെട്ടത് എവിടെ വെച്ചാണ്? ബാരക്പൂർ. ഓക്കെ. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1938 ഹരിപുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറിയ വർഷം 1939 ത്രിപുരി സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1938 ഹരിപുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറിയ വർഷം 1939 ത്രിപുരി സമ്മേളനം. ഗാന്ധിയും അരാജകത്വവും എഴുതിയത് C. ശങ്കരൻ നായർ. ഗാന്ധിയും സ്റ്റാലിനും എഴുതിയത് ലൂയിസ് ഫിഷർ. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത് NV കൃഷ്ണവാര്യർ. ഗാന്ധിയും അരാജകത്വവും എഴുതിയത് C. ശങ്കരൻ നായർ. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത് NV കൃഷ്ണവാര്യർ. ഈ 2 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഉണരുവിൻ എണീക്കുവിൻ അണിനിരന്നുകൊള്ളുവിൻ രണത്തിനുള്ള കാഹളം ശ്രവിച്ചിടിൻ മനോഹരം. സ്വതന്ത്രമായി 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 ഭാരതം, സ്വതന്ത്രമായി കേരളം, സ്വതന്ത്രമായി സമത്വവും എന്ന വരികൾ എഴുതിയത് ബോധേശ്വരൻ. ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദൻ. ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദൻ. ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെടുന്നത് ലോർഡ് ഇർവിൻ. ഇന്ത്യയിലെ ഏക ജൂത വൈസ്രോയ് ലോർഡ് റീഡിങ്. ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെടുന്നത് ലോർഡ് ഇർവിൻ. ഇന്ത്യയിലെ ഏക ജൂത വൈസ്രോയ് ലോർഡ് റീഡിങ്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? കയ്യൂർ സമരം. 1921 എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? മലബാർ ലഹള. 1921 മലബാർ ലഹള നടന്നത്. അപ്പോൾ അത് വെച്ച് അത് അങ്ങനെ അങ്ങ് ഓർത്താൽ മതി. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? കയ്യൂർ സമരം. 1921 എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? മലബാർ ലഹള. മലബാർ ലഹള നടന്ന വർഷം 1921. അങ്ങനെ ഓർക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത്
രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് സി ശങ്കരൻ നായർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് സി ശങ്കരൻ നായർ. രണ്ടും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ കാനിങ്, 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ, 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ. മൂന്നും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ കാനിങ്, 1857 വിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ, 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് സർ ഹ്യൂഗ് റോസ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് സർ ഹ്യൂഗ് റോസ്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭു. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭു. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മഹാത്മാഗാന്ധി. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് തിയബ്ജി. ഉപ്പു സത്യാഗ്രഹ സമയത്ത് അബ്ബാസ് തിയബ്ജി അറസ്റ്റ് വരിച്ചപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് സരോജിനി നായിഡു. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മഹാത്മാഗാന്ധി. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് തിയബ്ജി. ഉപ്പു സത്യാഗ്രഹ സമയത്ത് അബ്ബാസ് തിയാബ്ജി അറസ്റ്റ് വരിച്ചപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് സരോജിനി നായിഡു. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധി. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. പുത്രൻ എന്നൊക്കെ വിളിക്കുമ്പം അമ്മയും മകനും അല്ലേ, അമ്മയും മകനും. അപ്പോൾ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കും പുത്രൻ എന്ന് വിളിച്ചതെന്ന് അങ്ങ് ഓർക്കുക. അപ്പം അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധി. അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതിയേ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്